അങ്ങനെ ഗൈസ് ഫുള്ള് പണിയെടുക്കുമായിരുന്നു. മൊത്തം വേർത്തൊഴുകി. ഉച്ചയാണ്, വളരെ ക്ഷീണമുണ്ട്. അപ്പം നമ്മുടെ തന്നെ പറമ്പിൽ പണിയെടുക്കുമായിരുന്നു. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഒരു കരിക്ക് വെട്ടി കുടിക്കുക. എന്തൊക്കെയായാലും ഈ ചൂടത്ത് അതൊന്നും വേണ്ട. ഞാനും എന്തിനാ ഞങ്ങളിടുന്നത്? സ്വയം അങ്ങ് പണിയെടുത്ത് അങ്ങ് മരിക്കും. അല്ല പിന്നെ എവിടെ പോയാലും കൊച്ചിനെ കാണിക്കുക, എന്നെ കാണിക്കുക, ഞങ്ങളെ വിട്ടു. അപ്പം സ്വന്തം പറമ്പിലെ കരിക്കാണിത്. ഒരു മായവും ഒന്നും ചേർക്കാത്ത കരിക്കാണ്. കരിക്കിലും മായം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. ഉള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിപ്പം നമ്മുടെ സ്വന്തം തെങ്ങയിലെ കരിക്കാണ്. നമ്മളിതിനകത്ത് വളമോ മായമോ ഒന്നും ചേർക്കുന്നില്ല. വളം പോലും നമ്മളിപ്പോൾ ഇതുവരെ ഇട്ടില്ല. ആകെ കുറച്ച് കല്ലുപ്പ് വാരി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ കരിക്കാണ്. വളരെയധികം മധുരവും ഡിലീഷ്യസുമാണ് ഈ ഒരു കരിക്ക്. അപ്പോൾ പ്രദീപ് ഈ കുഞ്ഞിൻ്റെ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. ബായ്. ഒരു ബായ് അടിച്ചേ. നമ്മുടെ ഫുൾ സെറ്റ് ഔട്ട് കഴിഞ്ഞു. ഈ നീലച്ചിരട്ടയൊക്കെ ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ഈ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചിരട്ട ചെയ്താണ്. കണ്ടോ, ഇതാണ് നമ്മളൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലുള്ളൊരു പ്ലാനാണ് ചെയ്തതാണ്. ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ നമ്മൾ തൽക്കാലം ചെയ്യാനുള്ള, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത്ര സ്ക്വയർ ഫീറ്റിൽ ചെയ്ത് നമ്മൾ പെര നിർത്തുവാണ്. ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നൊരു പോർച്ച് വരാനുണ്ട്. ഈ കോർണർ ഇങ്ങനെ ഫുള്ള് വരാനുള്ള കേട്ടോ. ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് പോർച്ചാണ്. പോർച്ചിങ്ങനെ കണക്ട് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെയ്യണ സമയത്ത് നമുക്ക് പല ഐഡിയാസ് ഉണ്ട്. അത് പിന്നെ നമ്മൾ ചെയ്യണ സമയത്ത് പറയാം നിങ്ങളോട്. ഇപ്പോൾ എന്തായാലും നമ്മുടെ വീട് പണി പതുക്കെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ചെറിയ കാര്യങ്ങളും പരിപാടിയായിട്ട് ഇന്ന് ഇറങ്ങുക. ഓക്കേ.